ഉണ്ണികൃഷ്ണൻ. നിങ്ങളല്ലേ ഇന്ന് രാവിലെ കാറിലൊന്ന് കയറിയത്? അതെ. ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ താനാണ് ഞങ്ങൾ ഇന്നലെ പേടിപ്പിച്ചു കളഞ്ഞതല്ലേ? ഉണ്ണികൃഷ്ണൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ല. പിന്നെ ആര് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കയറി താമസിച്ചത്? അത് ആര് പറഞ്ഞെന്ന്? ആരോടും പറയരുതെന്ന്. ആര്? പ്രൊഫസർ. ഡാഡിയോ? എന്റെ ഡാഡി ഇത്തരം പൗരന്മാരൊന്നും വീട്ടിൽ കയറി താമസിപ്പിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട പ്ലീസ്. താനിപ്പ ഇറങ്ങണം ഇവിടുന്ന്. പറയേണ്ടവർ പറയുമ്പോ ഇറങ്ങിക്കോളാം. ഞാനാ പറയുന്നത്, ഇതെന്റെ വീടാണ്. മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോ? ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങില്ലെന്നോ? കാണണോ? നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമ. നമസ്തേ രാമഭദ്രായ രാമായ നമോ നമ. ശരീനെ നല്ലൊരു ദിവസമായി ഏണ്ടി വിളക്ക് തട്ടിപ്പോട്ടെ പോയെങ്കിരുത്. എന്താ എന്താ ഇവിടെ? பாத்தேடா உங்க செல்ல பொண்ணு பண்ணிருக்க லட்சணத்தை தேவகோபம் வரத்துக்கு இதுக்கு மேல என்ன வேணும்? എന്താ മോളെ ഇത്? Kill me daddy, kill me. I can't live here anymore. എന്താ നീ പറയുന്നത്? ചെന്ന് ചോദിക്ക് നിങ്ങളുടെ സ്റ്റുഡന്റിനോട്. ബ്ലഡി ഫെലോ. എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും പോരാ, ചോദിക്കാൻ ചെന്നപ്പോ അവനെന്റെ കരണം തടിച്ചു. என்ன இவ பட்டாசு மாதிரி படபடன்னு வெடிக்கிறா? മമ്മി, ഒരു കൺട്രി വിളിച്ച് ഡാഡി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുന്നു. അവനെ ഇന്നലെ രാത്രി ബഹളം വെച്ചത്. ஓஹோ அப்படியா விஷயம்? ஏறா இன்னைக்கு நான் உன்னை கவனிச்சுக்கிறேன். யாரு? ഭാഗീരഥി. சீ 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 ஏ வெக்கமே இல்லாதவன் துணியே இல்லாம நிக்கிறான். ഭാഗീരഥി, നീ അകത്തേറി പോ. போவில்ல, அவன் வெளியில வரட்டும். ரெண்டுல ஒண்ணு தெரிஞ்சாதான் நான் இங்க இருந்து போவேன். എന്നോട് അകത്തേറി പോകാനാ പറഞ്ഞത്. ഞാൻ പോകുന്നു സർ. പോകാനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? വീണ മുറി കടന്നു വന്ന് അനാവശ്യം പറഞ്ഞു. എന്റെ ബുക്കൊക്കെ വാരി പുറത്തെറിഞ്ഞു. നീ അവളെ അടിച്ചതോ? ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ ഒന്ന് ശാസിച്ചിട്ട് പോലുമില്ല. എന്നെയാണ് ആ കുട്ടി ആദ്യം അടിച്ചത്. അപ്പോ ദേഷ്യം വന്ന് ഞാനും തിരിച്ചടിച്ചു. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ആ സാരമില്ല, ക്ഷമിക്കാൻ വയ്യാത്ത തെറ്റൊന്നും അല്ലല്ലോ അത്. അതെ സർ, ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എനിക്കിവിടെ സ്വൈരമായി താമസിക്കാൻ പറ്റില്ല. വീണയോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ണി, നിന്നെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങിപ്പോകാനല്ല, മനസ്സിലായോ? റാങ്ക് വാങ്ങിക്കാനാണ്. ഇനി എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് പുറത്തിറങ്ങി പോരുത്. അത് കയറിപ്പോ. കേറി പോടാ കരുതേ. ഏത് കാട്ടിനടി വരുന്നത്? ഇവിടെ കുറെ എണ്ണം പഠിക്കാനെന്നും പറഞ്ഞു വരും, നാണമില്ലാതെ. സാറന്മാരുടെ കാല് പിടിച്ചെങ്കിലും ഓസിന് കയറി താമസിച്ചോളൂ. എന്നിട്ട് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കും. കാറ്റടിക്കുമ്പോ ഒരു നാറ്റം വരുന്നല്ലേ. കുളിക്കാതെ ഓരോന്ന് കയറി വരും. വരുന്നുണ്ടോ ചക്കപ്പൂന്തൻ പോകുന്നടേ. ഞാനാ എന്താ ബുക്കാണ് സർ. നോവല്. എന്താണോ നിൽക്കുന്നത്? ഇരിക്കേ. ഇവനാണ് ജോണി വാക്കർ. ആരും അറിയാതെ ഇവിടെ സൂക്ഷിച്ചു വെച്ചോണം. വല്ലപ്പോഴും എനിക്ക് സ്മാൾ അടിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. എന്താ, തനിക്ക് സ്മാൾ അടിക്കണോ? അവന്റെ ഒരു നാണം കണ്ടില്ലേ? തൊട്ടുപോകരുത് കരുതേ കൊന്നു കളയും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
നല്ലപോലെ പഠിച്ച് റാങ്ക് വാങ്ങിച്ചില്ലെങ്കിൽ അടിച്ച് സൂപ്പ് ചെയ്യാൻ ഇളകളെ. ഞാൻ പഴയ ഒരു ചട്ടമ്പിയാ. ആ എന്താണോ കഴിക്കാൻ? ഇറച്ചി മീനൊന്നും ഇല്ലേ? ഇല്ല സർ, ഇല്ല. താനൊക്കെ പിന്നെ എങ്ങനെയാണോ ഇത്രയും തടി വെച്ചത്? ഞാൻ അടുത്ത് വാ, ഒരു സ്വകാര്യം പറഞ്ഞുതരാം. തന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് വല്ലപ്പോഴും സ്വകാര്യമായിട്ടൊരു സ്മാൾ അടിക്കാനും ഇറച്ചിയും മീനും കൂട്ടാനും കൂടെ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായി. ആ മിടുക്കൻ. ആ ആ ഞാൻ വലിക്കില്ല സർ. താനൊക്കെ പിന്നെ എന്തിനാണ് ആണാന്നും പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നത്? ഇതൊക്കെ ഇപ്പോഴേ ശീലിച്ചോണം. എന്നാലേ റിട്ടയർ ആയി കഴിയുമ്പോ സാറന്മാർക്ക് പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ആ. ശ്ശെ. താൻ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. നല്ല സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ട് നടക്കണം. എന്നാലും സ്റ്റുഡൻസിന് ഇടയ്ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓടിക്കാൻ അറിയാമോ? ബൈക്ക് അറിയില്ല സർ. ആ എന്നാ പഠിച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ശരിപ്പെടുത്തരാം. ആ ബൈക്കിനല്ല, ഇറച്ചിയും മീനും മേടിക്കാനാ. ആ നമ്മുടെ വീണമോളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സർ. എന്നെ കണ്ടാൽ സ്മാൾ അടിച്ചിട്ടും തോന്നുമോ? ഇല്ല സർ. ആ അവളെങ്ങാനും അറിഞ്ഞാൽ കിടപ്പ് വരാന്തേല. മണോണ്ടോ? ഇല്ല സർ. ആ വേണ്ടായിരുന്നു ഇല്ലേ? വേണ്ടായിരുന്നു സർ. ആ അതെങ്ങനെ കരുത ഓരോന്ന് വാങ്ങിച്ച് വെച്ചിരിക്കല്ലേ മനുഷ്യനെ പറ്റിക്കാൻ? സ്കോച്ചാന്നും പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. കയറി ചെല്ലാലോ. ആ ഓക്കെ. രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഉച്ചക്ക് എങ്ങനെ സഹിക്കും? ഏയ് ആരാടി സ്റ്റൈലൻ? പുതിയതായി ഇറക്കുമതി ചെയ്താണെന്ന് തോന്നുന്നു. മടി നമുക്കൊന്ന് കറങ്ങി നോക്കാം. ആളിത്തിരി കട്ടിയാണെന്ന് തോന്നുന്നു. മടി നമുക്ക് പുറകെ പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോറി. ആളങ്ങ് സ്റ്റൈലായി പോയല്ലോടി. റിയലി ടു സ്മാർട്ട്. അമ്പു വല്ലതും തറച്ചോടി. എന്റെ ബുദ്ധൂസിന് ഞാനെങ്ങനെ വിളിച്ചോട്ടെ? എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനൊരു പാവം പെണ്ണാണ് കേട്ടോ. ബുദ്ധൂസിനെ പോലും നടന്നപ്പോഴേ എനിക്കിഷ്ടമായിരുന്നു. ആളൊരു വീരനാണല്ലോ, കള്ളൻ. പൂച്ചയെ പോലും നടന്നാ എനിക്ക് മനസ്സിലാവില്ലെന്നാണ് വിചാരിച്ചത്. ഞാൻ തോറ്റു. സത്യമായിട്ട് ഞാൻ വീണിരിക്കുന്നു. വിത്ത് ലവ്, വീണ. പ്രേമം അണ്ണാൻ കട്ടം. അവളെ ഞാൻ പ്രേമിക്കാൻ പോവില്ല. എക്സ്ക്യൂസ് മീ. വീണയ്ക്ക് ഉണ്ണിയോട് ചില സംസാരിക്കാനുണ്ട്. പ്ലീസ് എന്നെ ശല്യം ചെയ്യരുത്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അടുത്ത ഇനം ലളിതഗാന മത്സരം. ആദ്യമായി ഉണ്ണികൃഷ്ണൻ പാടുന്നു.
വീണ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? പ്രൊഫസർ എങ്ങാനും കണ്ടാൽ എന്താ? മനസ്സിൽ ചീത്ത വിചാരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്കൊരു ചീത്ത വിചാരവുമില്ല. പ്ലീസ് ഒന്ന് പോവാമോ? എന്നോട് ഇത്രയ്ക്ക് വെറുപ്പാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചൂടെ? എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെട്ടൂടെ? വീണേ, ഇത് കുട്ടിക്കളിയല്ല. പ്രൊഫസറുടെ ഔദാര്യത്തിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും നന്ദികേട് കാണിച്ചുകൂടാ. എനിക്ക് പഠിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ അതിനു മുമ്പ് എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറയണം. എന്നെ മനസ്സിലാക്കൂ വീണേ. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടവനായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ചതിന് എനിക്കിപ്പം മറുപടി കിട്ടണം. വീണയെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അർഹതയില്ലാത്തൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിക്കൂടാ. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? എന്നിട്ടാണോ എന്നെ ഇത്രയും നേരിട്ട് വട്ടം കറക്കിയത്? അത് ഞാൻ... വേണ്ട വേണ്ട, ഇനി ഇഷ്ടമില്ലെന്നൊന്നും കയറി പറഞ്ഞേക്കരുത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നോ ഞാൻ ഈ മനസ്സൊന്ന് തുറപ്പിച്ചത്. വീണേ, വീണേ, പോയിക്കോളൂ, അമ്മ വിളിക്കുന്നു. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പോയിക്കോളൂ വീണേ, അല്ലെങ്കിൽ അമ്മ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. മാലൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ. അതെ, ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരോ? അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരയ്ക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയ്. എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ്ടി മുമ്പ് അറിഞ്ഞത്. ഓ, ഈ പിശാചി അക്രമം ചെയ്ത് ഞാൻ പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും ഈ പെണ്ണ് ഇത്ര വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഓ, വെള്ളമില്ലല്ലേ? വാട്ടർ സപ്ലൈക്കാര് പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ, എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് ഞാൻ പോയിരിക്കുന്നത്. ദൈവമേ, എന്തിനുണ്ടോ അത്? വിസ്പനിൽ വീഴൂ. ഇതെന്തത്ര നീളം തന്നെ? എന്റെ ഈശ്വര, பொண்ண கூப்பிடலையா? അവക്ക് കുറച്ച് കഴിഞ്ഞു മതിയെന്ന്. ഒന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഇന്ന് സുഖമായിട്ടുള്ള. என்னமோ ஒரு வாசனை வரல. அது கீரை. இது நான் பண்ணது. என்னமோ ஒரு வாசனை வருதே. അതെ,
മുല്ല പൂത്ത മണമാ ഭാഗി. ചീച്ചി ചീച്ചി മുല്ലയും ഇല്ലല്ലോ ഒന്നുമില്ലേ ഇത് എങ്കയോ യാറോ എന്നമോ വറുത്ത് കൊട്ട. ഇങ്ങ ആരെന്നെ വറുത്ത് കൊട്ടാൻ? നീ പോയി കുറച്ച് ജീവനം എടുത്തോണ്ടോ? இல்ல இல்ல இந்த 100 வாசனை வருதே. என்ன அவுட் ஹவுஸ்ல நான் போய் பார்த்துட்டு வரேன். ഭാഗി നീ വാ. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പ്രായമായ പെൺകുട്ടികൾ പോകാൻ പാടില്ല. മനസ്സിലായോ? ആ ഞാൻ പോയി നോക്കിട്ട്. ஐயோ என்னத்தையோ அறுத்து கொட்டுறானே.